എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സംഭാരം എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. അതിന് കുറച്ച് തൈര്, നല്ല കട്ട തൈരാണ് വേണ്ടത്. തൈര് വേണം. അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ 3 പച്ചമുളക്, ഇത്രയും. പിന്നെ പാകത്തിന് ഉപ്പുമാണ് വേണ്ടത്. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിൽ നമുക്ക് തൈര് ഒരു 5 സ്പൂണ് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയിലൊന്ന് കറക്കി എടുക്കാം. നല്ല കട്ട തൈര് ആയതുകൊണ്ടാണ് മിക്സിയിൽ ഇടുന്നത്. അഞ്ച് സ്പൂൺ ഇട്ടു. ഇനി നമുക്കത് ഈ മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. മിക്സിയിൽ കറക്കിയെടുത്തു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം, തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് നമുക്ക് ഇത് ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇടാം. ഈ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് ഇതിലേക്ക് ഒഴിക്കുകയാണ്. കാരണം അതിൽ കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചു. ഇനി വെള്ളം പോലെ ആവുന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ച് നിറയ്ക്കാവുന്നതാണ്. കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറയ്ക്കാം. നമുക്ക് അതിനനുസരിച്ച് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്ക് സംഭാരമാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് ഇട്ടു. ഇഞ്ചിയും ചതച്ച് ഇടാം. ഒന്നും കൂടെ ചതയ്ക്കണം. കുറച്ചും കൂടെ നന്നായിട്ട് ചതച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയിൽ നല്ല സ്മെല്ലും അതിൻ്റെ സത്തും മോരും സംഭാരത്തിലേക്ക് ഇറങ്ങും. അത് നല്ല ടേസ്റ്റാണ് വരുന്നത്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. ഇന്ന് കശക്കിയിട്ടിടുക. അപ്പോൾ അതിൻ്റെ കറിവേപ്പിലയുടെ സ്മെല്ലും കൂടി വരും. ഇനി നമുക്ക് ഉപ്പിടാം പാകത്തിന്. ഒരു 3 ചെറിയ സ്പൂണാണ് ഇട്ടുള്ളത്. ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാവുന്നതാണ്. തണുത്ത വെള്ളം ആയതുകൊണ്ട് ഇനി നമുക്ക് ഐസൊന്നും ഇടേണ്ട കാര്യമില്ല. നമുക്ക് ഒന്ന് ഇളക്കി ഉപ്പ് അലിയിച്ചതിന് ശേഷം നേരിട്ട് കുടിക്കാവുന്നതാണ്. അല്ല, നമുക്ക് നോർമൽ പാനിയാണ് ഉള്ളതെങ്കിൽ, വെള്ളമാണുള്ളതെങ്കിൽ അതിലേക്ക് ഐസ് ക്യൂബ് ഇടാവുന്നതാണ്. എന്നിട്ട് ഇളക്കി ഉപ്പും ചേർത്ത് ഇളക്കുക. ഇനി നമുക്ക് ഗ്ലാസ്സിലാക്കി കുടിക്കാം. ഇത് നല്ലൊരു സംഭാരം ആണിത്. ഇത് നല്ല ദാഹശമനിയാണ്. വേനൽക്കാലത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമാണ് നടക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് വന്ന് നല്ല ചൂട് കാലത്ത് ചൂട്ടിൽ വന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ സംഭാരം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ദേഹം നല്ലൊരു തണുപ്പ് അനുഭവപ്പെടും. നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. നിങ്ങളും കുടിക്കുക, സംഭാരം ഉണ്ടാക്കി കുടിക്കുക. വേനൽക്കാലത്ത് പറ്റിയൊരു പാനീയമാണ്. പരീക്ഷിച്ച് നോക്കുക.